ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള ഒരു വീഴ്ച തൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഖേദപ്രകടനം വന്നിരിക്കുന്നത്. മഹേഷ് ചന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മഹേഷ്, വാർത്താക്കുറിപ്പിലാണോ ഈ ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? ഹർഷനാഥെ, മുമ്പ് ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ വാർത്താക്കുറിപ്പിലൂടെ തന്നെയാണ് ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. പ്രസ്താവന അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ ദിവസം താൻ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ച് ഒരു വിഭാഗത്തിനെതിരെ പറഞ്ഞു നടത്തുന്ന പ്രചരണം തന്നെ വളരെയധികം വേദനിപ്പിക്കുന്ന സജി ചെറിയാൻ പറയുന്നു. തന്റെ ജീവിതത്തിൽ ഇന്ന് വരെ സ്വീകരിച്ചതും പുലർത്തിയതുമായ മതനിരപേക്ഷമായ നിലപാടിനെ വ്രണപ്പെടുത്തുന്നതാണ് ഇപ്പോൾ നടക്കുന്ന വസ്തുതപരമായ പ്രചാരണങ്ങൾ സജി ചെറിയാൻ പറയുന്നു. മതചിന്തകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരെയും ഒരുപോലെ ജാതിമത വ്യത്യാസമില്ലാതെ സ്നേഹിക്കുകയും അതുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പൊതുജീവിതത്തെ വർഗീയത ചേരി നിർത്തി ചോദ്യം ചെയ്യുന്ന ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. രാജ്യത്താകമാനം ന്യൂനപക്ഷ ആക്രമണത്തിനെതിരെ പ്രതികരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകനാണ് താൻ. 42 വർഷത്തെ പൊതുജീവിതത്തിൽ ഒരു വർഗീയതയോടും സമരസപ്പെട്ടല്ല കടന്നുപോയതെന്നും അദ്ദേഹം പറയുന്നു. ഇതിന്റെ എല്ലാ ഫലങ്ങൾ അനുഭവിച്ച നേരിട്ട ഒരാൾ കൂടിയാണ് താൻ. അത് തന്റെ നാട്ടിലെ ജനങ്ങൾക്കും വ്യക്തിപരമായി അറിയുന്നവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഈ പ്രസ്താവന വളച്ചൊടിച്ചതാണെങ്കിലും ആ പ്രചരണം തന്റെ സഹോദരങ്ങൾക്ക്, അതായത് ഈ സമുദായ വിഭാഗങ്ങൾക്ക് പ്രയാസവും വേദനയും ഉണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ബഹുമാനിക്കുന്ന ചില വ്യക്തികളും ആത്മീയ സംഘടനകളും ആത്മീയ നേതാക്കളും തന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളത് വേദന ഉളവാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ടായെങ്കിൽ ആ ഉദ്ദേശിച്ചത് മനസ്സിലാക്കാതെ ആക്കിയ വേദനയോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് മന്ത്രി പറയുന്നത്. തന്റെ പ്രസ്താവന പിൻവലിക്കുന്നെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഹർഷൻ, മഹേഷ്, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആ നടത്തിയ പ്രസ്താവന ആവർത്തിക്കുകയോ അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുകയോ ചെയ്യുന്നില്ല. ഒരൊറ്റയടിക്ക് ഇക്കാര്യത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ വിഷമം വിശദീകരിക്കുകയും അദ്ദേഹം ഖേദപ്രകടനം നടത്തിയ പ്രസ്താവന പിൻവലിക്കുകയും മാത്രമാണ് ചെയ്തിരിക്കുന്നത്. പലതരത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത്തരം വ്യാഖ്യാനങ്ങൾക്കൊന്നും ഈ ഘട്ടത്തിൽ സജി ചെറിയാൻ നിൽക്കുന്നില്ല എന്നതുകൂടി ശ്രദ്ധേയമല്ലേ? തീർച്ചയായിട്ടും ഇത് വാർത്താ സമ്മേളനം നടത്താൻ അദ്ദേഹം നടത്താതെ വാർത്താക്കുറിപ്പ് ഇറക്കിയത് തന്നെ അതുകൊണ്ട് തന്നെയാണ്. കാരണം വാർത്താ സമ്മേളനം നടത്തിയാൽ അത് കൂടുതൽ തരത്തിലേക്കുള്ള കാര്യങ്ങൾ അത് വഷളാകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വാർത്താ സമ്മേളനം നടത്തേണ്ടതില്ല എന്ന് പാർട്ടി നിർദ്ദേശം നൽകിയിരുന്നു. വാർത്താക്കുറിപ്പിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കിയാൽ മതി എന്നാണ്. അതുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്നില്ല എന്നാണ് മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ആ പ്രസ്താവന ആകപ്പാടെ പിൻവലിക്കുന്നുണ്ട്. പക്ഷേ അതേക്കുറിച്ച് കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന താൻ മതനിരപേക്ഷതയുടെ വക്താവ് എന്നിട്ടുള്ള ആളാണ്. മതപരമായ അല്ലെങ്കിൽ വർഗീയപരമായ രീതിയിലേക്കുള്ള ചിന്തകൾ 40 വർഷത്തെ പൊതുജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ആളല്ല എന്നൊക്കെ അദ്ദേഹം പറയുമ്പോഴും ഹർഷം പറഞ്ഞ പോലെ തന്നെ അതിന്റെ കോൺഗ്രസിലേക്ക് പോയി എന്റെ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തിയോ മറ്റു കാര്യങ്ങളോ ഏത് തരത്തിൽ വളച്ചൊടിക്കപ്പെട്ടതെന്ന് വ്യക്തമാക്കുക അദ്ദേഹം ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെ വളച്ചൊടിച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് കൂടിയാണ് ഇങ്ങനെയൊക്കെ വന്നത്. പക്ഷേ ആ പ്രസ്താവന ആകപ്പാടെ മൊത്തത്തിൽ പിൻവലിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നായിരുന്നു, ഖേദം പ്രകടിപ്പിക്കണമെന്നായിരുന്നു പാർട്ടി നൽകിയ നിർദ്ദേശം. ഹർഷൻ, ഇക്കാര്യത്തിൽ ഒരു വാർത്താ സമ്മേളനം നടത്തണമെന്നുള്ള നിർദ്ദേശം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നോ, അതോ ഇങ്ങനെ ഈ പ്രസ്താവന പിൻവലിച്ചാൽ മാത്രം മതി എന്നുള്ള ഒരു ആലോചനയാണോ പാർട്ടിയിലുണ്ടായത്? മാത്രമല്ല, നേരത്തെ തന്നെ നമ്മൾ അറിയാം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പോലും തയ്യാറായില്ല എന്ന സാഹചര്യം കൂടി ഉണ്ടല്ലോ. അതെ ഹർഷൻ, ഇക്കാര്യത്തിൽ വാർത്താ സമ്മേളനം വേണ്ടതില്ല എന്ന നിലപാട് തന്നെ പാർട്ടിയും സ്വീകരിച്ചു. കാരണം മന്ത്രി സജി ചെറിയാന്റെ വാക്കുകൾ കാര്യം അത്തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ചില പ്രതികരണങ്ങളൊക്കെ തന്നെയും പലപ്പോഴും അദ്ദേഹം പറഞ്ഞ പലതരം ഇപ്പം വിവാദത്തിന്റെ പേരിൽ വിവാദമായ പ്രശ്നത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണം നടത്തി മോശമാകേണ്ട വഷളാകേണ്ട എന്ന് തന്നെയാണ് പാർട്ടി തീരുമാനമുണ്ടായത്. അതിന്റെ അടുത്ത CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞത് എത്രയും വേഗം വാർത്താക്കുറിപ്പ് ഇറക്കി ഈ പ്രസ്താവന പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന് അദ്ദേഹം അറിയിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനം ഉണ്ടാവില്ലെന്ന സൂചനയാണ് എപ്പോഴും ഉള്ളത്. അദ്ദേഹം എന്തായാലും വാർത്താക്കുറിപ്പ് ഇറക്കി ഖേദപ്രകടനം നടത്തി ഈ കാര്യം അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത്. ഹർഷൻ, ഇത് ഇവിടം കൊണ്ട് അവസാനിക്കും എന്ന് തന്നെ കരുതാമോ? അതിനപ്പുറത്തുള്ള ചർച്ചകളിലേക്ക് സജി ചെറിയാന്റെ പ്രസ്താവന ഇനി പാർട്ടിക്കുള്ളിൽ പോകുമോ? എന്തായാലും പാർട്ടിക്കുള്ളിൽ വിമർശനം ഉണ്ടായി എന്നുള്ളത് വളരെ കൃത്യമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യം വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൂടുതൽ വഷളാക്കാതെ അവസാനിപ്പിക്കണം. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞത് ഈ ഒരു മതവിഭാഗങ്ങളുടെ പേരുകൾ, അതായത് അത് എടുത്തു പറയുന്ന തരത്തിലേക്ക് ആയിപ്പോയി. അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവർ ജയിച്ചു വന്നത് എന്ന് പറയുമ്പോൾ ആ വിഭാഗത്തെ ആകമാനം, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വിഭാഗത്തെ ആകമാനം കുറ്റപ്പെടുന്ന തരത്തിൽ അവർക്ക് വേദന ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് കാര്യം പോയത്. അത് ശരിയായ ഒരു പ്രസ്താവന അല്ല എന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനോട് ഇത് പ്രസ്താവന പിൻവലിക്കുന്ന നിർദ്ദേശം നൽകിയത്. ആ പ്രസ്താവന പിൻവലിക്കുക മാത്രമല്ല ഖേദം പ്രകടിപ്പിക്കുകയും വേണം. കാരണം ഇത് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കൈവിട്ടു പോയ ഒരു കാര്യമായി തന്നെ മനസ്സിലാക്കുന്നത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലും മറ്റും ഇനി വിമർശനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പ്രസ്താവന പിൻവലിച്ചു. അതുകൊണ്ട് ഖേദം പ്രകടിപ്പിച്ച് കാര്യം അവസാനിപ്പിക്കാനാണ് മന്ത്രി സജി ചെറിയാൻ ശ്രമിക്കുന്നത്. പാർട്ടി നേതൃത്വം ആ നിർദ്ദേശമാണ് നൽകിയത്. ഹർഷൻ,
വിവാദ പരാമർശത്തിൽ സജി ചെറിയാൻ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാർത്താക്കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഖേദപ്രകടനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 42 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ എല്ലാ മതന്യൂനപക്ഷങ്ങളോടും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചു വന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വളച്ചൊടിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിലും വർഗീയതയോട് സമരസപ്പെട്ടു പോയിട്ടില്ല. ആ നിലയ്ക്ക് മാത്രമാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ താൻ ബഹുമാനിക്കുന്ന അംഗീകരിക്കുന്ന ചില ആത്മീയ നേതാക്കൾ കൂടി തൻ്റെ പ്രസ്താവനയെ തെറ്റിദ്ധരിച്ച സാഹചര്യത്തിൽ ആ പ്രസ്താവനയിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ആ പ്രസ്താവന പൂർണ്ണമായി പിൻവലിക്കുകയാണ് എന്ന നിലപാടാണ് ഇപ്പോൾ സജി ചെറിയാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ഈ വിഷയത്തിൽ ഒരു തുടർ ചർച്ച ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന കാലത്ത് ഈ നിലയ്ക്ക് നിലനിൽക്കുന്നത് ശരിയാവില്ല എന്നുള്ള ഒരു ചിന്ത കൂടി CPIM നേതൃത്വത്തിനുണ്ടോ? കാരണം പലതരത്തിൽ നേരത്തെ AK ബാലൻ്റെ പ്രസ്താവനയും അത് പാർട്ടി നേതൃത്വം ഏതാണ്ട് തള്ളിക്കളയുന്ന നിലയിലേക്കാണ് പിന്നീട് കാര്യങ്ങൾ പോയത്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ആവർത്തിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി അത് തുടർന്നു പോകേണ്ടതില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് പാർട്ടി നേതൃത്വം എത്തിയിട്ടുണ്ടോ ഇതോടെ? മഹേഷ്, കേൾക്കാമോ? ഇക്കാര്യത്തില് ഇപ്പം ഒരു വാർത്താ സമ്മേളനം എന്തായാലും നടത്തില്ല എന്ന് വ്യക്തമായി. വാർത്താ സമ്മേളനം നടത്തുന്നില്ല എന്ന ഒരു അറിയിപ്പ് കൂടി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വാർത്താക്കുറിപ്പിലൂടെ തന്നെ കാര്യങ്ങൾ അവസാനിപ്പിക്കാനുള്ള പാർട്ടി നിർദ്ദേശത്തെ തുടർന്നാണ് ഈ ഒരു കാര്യം വന്നിരിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ, അതായത് മലപ്പുറം ജില്ല അതുപോലെ കാസർഗോഡ് ജില്ലയിലൊക്കെ തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ, ചില തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ വിജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാവുന്ന തരത്തിലേക്ക് അവിടെ വർഗീയ ധ്രുവീകരണം എന്ന വാക്കുകൾ അത് വളരെയധികം അപകടം ചെയ്യുന്ന വാക്കുകളായി തന്നെയാണ് പാർട്ടി വിലയിരുത്തിയത്. കാരണം അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്നതിനപ്പുറത്തേക്ക് അത് കൂടുതൽ വർഗീയപരമായി ചെയ്തുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറി. കാരണം നിലവിലെ സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകിച്ചും, കാരണം വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസ്താവനകൾ സജീവമായി നിൽക്കുന്ന ഒരു കാലത്ത് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗമായ മന്ത്രിയായ ഒരാൾ ഇത്തരത്തിലേക്കുള്ള പരാമർശം നടത്തിയത് അത് വലിയ തോതിൽ അത് വടക്കൻ ജില്ലകളിലും മറ്റു പല സ്ഥലങ്ങളും തിരിച്ചടിക്ക് കാരണമാവുന്ന തരത്തിലേക്കാണെന്നും പാർട്ടിക്ക് ഒരു ആശങ്കയുമുണ്ട്. അതിനുകൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രസ്ഥാനം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചത്. പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് വഷളാക്കേണ്ടതില്ല എന്നും പാർട്ടി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത്. ഹർഷൻ.